നമസ്കാരം. ഇന്നലെ ദുഃഖവെള്ളി ദിനത്തിൽ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ അതീവ ജാഗ്രത ഏർപ്പെടുത്തിയിരുന്നു അവിടുത്തെ ഭരണകൂടം. മാത്രമല്ല, രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കനത്ത സുരക്ഷ ദുഃഖവെള്ളി ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് ഒരുക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാവും. 2019 ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ചത് ശ്രീലങ്കയായിരുന്നു. അന്ന് ഈസ്റ്റർ ഞായറാഴ്ച ആക്രമണത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി അവിടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഈസ്റ്റർ കൂടി കടന്നു വരുമ്പോൾ ശ്രീലങ്കയ്ക്ക് വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഒരിക്കൽ കൂടി ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ തീർച്ചയായും അത് രാജ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. നമുക്കറിയാം, റഷ്യയിലും മറ്റും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ചില വിഭാഗങ്ങൾ കടുത്ത ഭീകരാക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മറ്റ് ചില രാജ്യങ്ങൾക്ക് നേരെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ അവർ ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ് ശ്രീലങ്ക വലിയ കരുതലോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കുള്ള പള്ളികൾക്ക് ചുറ്റും പ്രത്യേക നിരീക്ഷണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. ദുഃഖവെള്ളി ദിനമായ ഇന്നലെ 6000-ഓളം പോലീസുകാരെയും 3000-ലധികം സൈനികരെയും 400-ലധികം എലൈറ്റ് പ്രത്യേക ടാസ്ക് ഫോഴ്സ് അംഗങ്ങളെയും വിന്യസിച്ചതായി പോലീസ് വക്താവ് നിഹാൽ ദുലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ പറ്റി ലോകം മുഴുവൻ വാചാലരാകുമ്പോൾ നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തത് മണിപ്പൂരിനെ കുറിച്ചായിരുന്നു. മണിപ്പൂരിൽ അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവിടെ ഈസ്റ്റർ ദിനമായ 31-ന് പ്രവൃത്തി ദിനമാക്കിയ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്നലെ അവിടെ പ്രവൃത്തി ദിനമാവുകയും ചെയ്തിരുന്നു. ശ്രീലങ്കയ്ക്ക് സമാനമായ സാഹചര്യങ്ങളൊക്കെ മണിപ്പൂരിൽ ഉണ്ടായേക്കാം എന്ന ചില നെഗറ്റീവുകൾ കൂടി സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും അങ്ങനെ സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം രാജ്യത്ത് ഇന്ന് വരെ ഒരു ദേവാലയത്തിലും അല്ലെങ്കിൽ ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്കും മറ്റും വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടി അവിടെ പ്രാർത്ഥിക്കേണ്ട ഗതികേട് ഒരു ജനവിഭാഗത്തിനും വന്നിട്ടില്ല. മണിപ്പൂരിലും അതുണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മണിപ്പൂരിന് വേണ്ടി കരയുന്ന ആളുകൾ ശ്രീലങ്കയിലും മറ്റും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവിടുത്തെ ഭരണകൂടം സുരക്ഷ ഒരുക്കിയതെന്നും അവർ എന്തിലൂടെയാണ് കടന്നു വന്നത് എന്നും കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും ശ്രീലങ്ക ഒരുക്കിയ സുരക്ഷ, അതീവ ജാഗ്രത, ഇതൊക്കെ ഇപ്പോൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.